വെൽക്കം ടു ലെറ്റ്സ് ക്രിയേറ്റ്. ഇന്ന് നമുക്ക് വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഫേസ് പെയിൻറ്റ് ചെയ്യാമെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ക്യാരമിൻ്റെ വാട്ടർ കളേഴ്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിൽ വാട്ടർ കളറിൽ തന്നെ നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷാഡോ വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൗണ് അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറ് അതിനെ ഒന്നും കൂടി ലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചീക്സൊക്കെ ടിൻറ്റഡ് കളർ വരുത്താൻ വേണ്ടിയിട്ട് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലിപ്സിന് വേണ്ടിയിട്ട് ഡാർക്കർ റെഡ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിലായിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ അത് കറക്റ്റ് ഫെയ്ഡ് ആവാണ്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഐസൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ജെൽ പെന്നാണ്. നമ്മുടെ സാധാരണ ബ്ലാക്ക് ജെൽ പെന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഐബ്രോസും അതുപോലെ തന്നെ കണ്ണും ഒക്കെ വരച്ചു കൊടുക്കുന്നതും ഫില്ല് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഡാർക്ക് ജെൽ പെൻസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ്. അത് കുറച്ചുകൂടി വൃത്തി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബേൺഡ് ബ്രൗണ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണിനെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷാഡോസ് ഒക്കെ ഫേസിൽ ഷാഡോസ് വരുന്ന ഭാഗത്ത് അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് അത് കിട്ടും. ഷാഡോസിൻ്റെയൊക്കെ അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ കുറച്ചൊരു ലൈറ്റ് കളേഴ്സ്, അതായത് റെഡിൻ്റെയൊക്കെ അല്ലെങ്കിൽ പിങ്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ അധികം ഡ്രൈ ആവാണ്ട് പെട്ടെന്ന് തന്നെ കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്നും കൂടി മറ്റുള്ള പ്രത്യേകിച്ച് ഫേസ്, ഹ്യൂമൻ ബോഡി പാർട്സൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ബ്ലെൻഡായിട്ട് കളേഴ്സ് ബ്ലെൻഡായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ടിൻറ്റ് അയച്ചതെല്ലാം തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഫേസിൻ്റെ നെറ്റി ഭാഗം, അതുപോലെ നെറ്റി ഭാഗത്തെ രണ്ട് സൈഡ്, അതുപോലെ തന്നെ മൂക്കിൻ്റെ അടിഭാഗം, അതുപോലെ ഒരു സൈഡ്, പിന്നെ നമ്മുടെ ഐബ്രോസിൻ്റെയൊക്കെ തൊട്ട് താഴെ, അതുപോലെ ചുണ്ടിൻ്റെ താഴെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ചൊരു ഷാഡോ എഫക്റ്റ് വരുന്നതായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബേൺഡ് ബ്രൗണ് ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറിൽ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഷാഡോ എഫക്റ്റ് കിട്ടും. പിന്നെ നോസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പിങ്കിഷ് കളറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനെപ്പോഴും ആദ്യം ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പെർഫെക്റ്റ് അല്ല എന്നുള്ള തോന്നുന്ന ഭാഗങ്ങളൊക്കെ വീണ്ടും കളേഴ്സ് ആഡ് ചെയ്തിട്ടും കൂട്ടിയിട്ടും നിറം കൂട്ടിയിട്ടും കുറച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മളാദ്യം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ പോരായ്മയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. തോന്നുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്നും കൂടി അതിങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഇത് വീഡിയോ എനിക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, ഹെയറൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഞാൻ ഇവിടെ വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ഹെയറിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം ആദ്യം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് അതിൽ ബാക്കി കളേഴ്സ്, ബ്രൗൺ കളറ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ലൈറ്റർ ഷെയ്ഡായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഇയറിൻ്റെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഭാഗമൊക്കെ വരുമ്പോൾ കുറച്ച് ഡാർക്കറായിട്ട് കൊടുക്കുന്നത് ആ ഫേസ് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.